നിങ്ങളുടെ കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യുക? ഫോൺ കൊടുത്തു നോക്കും. ഇനി നിങ്ങളുടെ കുട്ടി ഭയങ്കര കരച്ചിൽ, നിങ്ങൾ എന്താ ചെയ്യുക? ആ കരച്ചിലൊന്ന് മാറാൻ വേണ്ടി അഗെയിൻ നിങ്ങൾ ഫോൺ കൊടുത്തു. ഇനി നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പുറത്തെവിടേക്കെങ്കിലും ഒന്ന് പോയി, കുട്ടി തീരെ അടങ്ങിയിരിക്കുന്നില്ല, ഇവനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ കൊടുത്തു നോക്കും. ഇങ്ങനെ എന്തിനും ഏതിനും ഈ ഫോൺ എന്നത് ഒരു ഒറ്റമൂലിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു മരുന്ന് തന്നെയാണ്. നമ്മളെ മക്കളൊന്ന് വാശി പിടിക്കുമ്പോഴത്തേക്കും, ബോറടിക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനം എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് ഓൺ ആവുന്നത് പോലെ നമ്മൾ അവരുടെ ഇമോഷൻസിനെ ഇങ്ങനെ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ആക്കി കളിക്കുകയാണ്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വലുതാവുമ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അവർ ബോറടിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ബോറടിക്കട്ടെ. ഇതുപോലെ അവർക്ക് കുറച്ച് സങ്കടം തോന്നുകയാണെങ്കിൽ അവർ കുറച്ച് സങ്കടപ്പെടട്ടെ. എന്ത് ഇമോഷൻ ആണോ അവർക്ക് ഫീൽ ചെയ്യുന്നത് അത് അവരെ എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും അവരെ അനുവദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണോ ഫീൽ ചെയ്യേണ്ടത് അതിന് തടയപ്പെടുമ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ ഇമോഷണൽ ബാലൻസിങ്ങിനെ വളരെയേറെ ബാധിക്കും എന്നുള്ളതാണ്. പിന്നീട് അവർ വലുതായി കഴിഞ്ഞ് അവർ കൂടുതൽ ഇമോഷണൽ ചാലഞ്ചസ് നേരിടേണ്ട അവസ്ഥ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനോ അതിനെ ഓവർകം ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാതായി പോവുകയാണ്. അത്രക്കും ദുർബലമായ മനസ്സിനുടമയായി തീരുകയാണ് അവർ. അപ്പം ഇവരെ നല്ലൊരു ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല മക്കളാക്കി അവരെ വളർത്തണമെങ്കിൽ നമ്മൾ ആസ് എ പാരന്റ് വെറും ഒരു പാരന്റ് എന്ന രീതിയിലല്ലാതെ അവരുടെ ഗാർഡിയനായിട്ടും ഗൈഡായിട്ടും മെന്ററായിട്ടും ഒക്കെ നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് നിങ്ങൾ എന്ന പാരന്റിനെ നിങ്ങൾക്ക് ഉയർത്തണമെങ്കിൽ ഡു ജോയിൻ അവർ പാരന്റിങ് വർക്ക്ഷോപ്പ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇന്ന് തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്.